ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നിങ്ങളെല്ലാവരും അറിഞ്ഞ ബംഗാളിൽ സുവേന്ദു അധികാരി നിലവിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സംവരണ ആനുകൂല്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. 2010, 2012 കാലഘട്ടങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ട് ഏകദേശം 77 ജാതി സമൂഹങ്ങളെ OBC കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. ഈ OBC കാറ്റഗറി സംവരണത്തിൽ ഏർപ്പെടുത്തിയതിന്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞാനിങ്ങനെ പറയേണ്ട കാരണം ഈ 77 സംവരണ കാറ്റഗറിയിൽ 75 എണ്ണവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണ്. വെറും 2% മാത്രമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും ബംഗാളിൽ മമതാ ബാനർജിയുടെ സർക്കാർ സംവരണം അനുവദിച്ചിരുന്നത്. ഈ 77% സംവരണവും മമതാ ബാനർജി നടപ്പിലാക്കിയത് ഒരു പഠനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലല്ല. മമതയ്ക്ക് കൂടുതൽ മമത ആരോടാണോ ഉള്ളത് അവർക്കാണ് സംവരണം അനുവദിച്ചിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിരന്തരമായിട്ട് നൽകുന്നത് കണ്ട കൽക്കട്ട ഹൈക്കോടതി 2024 മെയ് 22 OBC സംവരണം എന്ന അരാജകത്വം ബംഗാളിൽ നിർത്തലാക്കി. നിയമപരമായി തന്നെ നിർത്തലാക്കി. അവിടെ കൽക്കട്ട ഹൈക്കോടതി മമതാ ബാനർജിയുടെ സർക്കാരിനോട് അല്ലെങ്കിൽ മമതയോട് ചോദിച്ചത് മതമാണോ OBC ആക്കാനുള്ള അല്ലെങ്കിൽ OBC സംവരണം നൽകാനുള്ള ഏക മാനദണ്ഡം എന്നാണ്. മുസ്ലിങ്ങൾക്ക് മമതാ ബാനർജി അല്ലെങ്കിൽ മമതാ സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സംവരണാനുകൂല്യങ്ങൾ കൽക്കട്ട ഹൈക്കോടതി നിർത്തലാക്കിയതിനെ തുടർന്ന് മമതാ സർക്കാർ മുസ്ലിങ്ങൾക്കുള്ള സംവരണം വീണ്ടും അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയും എന്നാൽ 2026 ഭാരതീയ ജനതാ പാർട്ടി NDA സർക്കാർ ബംഗാളിൽ അധികാരത്തിൽ വന്നതോടെ 2026 മെയ് 16 ആ അപ്പീൽ, അതായത് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ മുസ്ലിങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്പീൽ പിൻവലിച്ചു. ഈ സംവരണ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയത് അല്ലെങ്കിൽ പിൻവലിച്ചത് വെസ്റ്റ് ബംഗാളിന്റെ സർക്കാർ തീരുമാനങ്ങളുടെ സുപ്രധാനമായ ഒരു നയമാറ്റമാണ്. ഭരണ നിർവഹണ ഗുണഭോക്താക്കളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനമാക്കിയാണ് സുവേന്ദു അധികാരി താൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നിലവിലുള്ള സംവരണ ആനുകൂല്യങ്ങൾ പിൻവലിച്ചത്. സംവരണ ആനുകൂല്യം നിർത്തലാക്കിയുള്ള നിയമം ഈ വരുന്ന ജൂണിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് കേൾക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിശാലമായ ഭരണഘടന പുനഃസംഘടനയുടെ ഭാഗമായി നിലവിലുള്ള OBC പട്ടിക ഉടൻ തന്നെ പുനഃപരിശോധിക്കാനുള്ള ഒരു പദ്ധതി സുവേന്ദു അധികാരിയുടെ സർക്കാരിനുണ്ടത്രേ. ക്ഷേമ പദ്ധതികളും നടപടികളും ഏകീകൃതമാക്കാനുള്ള ആസൂത്രണമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് നയമാറ്റവും ഭരണ നിർവഹണ തീരുമാനവും വെളിവാക്കുന്നത്. എന്തായാലും പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ആ സംസ്ഥാനത്തെ സർക്കാരായി വന്നാൽ ഭരണാധികാരിയായ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെയുള്ള ജനങ്ങളെയെല്ലാം ഒന്നായിട്ട് തന്നെ കാണണം. അർഹമായവർക്ക് ആനുകൂല്യങ്ങൾ നിർബന്ധമായും അനുവദിക്കുകയും വേണം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ രക്ഷാധികാരി. ദേശമുണ്ടെങ്കിലേ ജനങ്ങളുള്ളൂ, ജനങ്ങളുണ്ടെങ്കിലേ ജനാധിപത്യമുള്ളൂ, ജനാധിപത്യമുണ്ടെങ്കിലേ നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റും. രാഷ്ട്രീയമല്ല, നമുക്കെല്ലാവർക്കും നമ്മുടെ രാഷ്ട്രമാണ് വലുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.